മൈസെൽഫ് ആനു ജോസഫ്. ഞാനൊരു ആക്ട്രസ് ആണ്. ബിഗ് ബോസിലേക്ക് റോക്കി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ? വീട്ടിൽ വീണ്ടും പോണോന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഇജക്റ്റ് ആയ റോക്കി ബൈ തിരിച്ച് ബിഗ് ബോസ് കയറണമെന്നും പറഞ്ഞൊരു ഭയങ്കരമായിട്ടൊരു ചെറിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, റോക്കിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്ത് റോക്കിയെ തിരിച്ചു കയറ്റൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പൊട്ടിക്കരയുന്നതായിട്ട് ഞാൻ കണ്ടു. എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒരു ബുദ്ധിയും വിവരമില്ലെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. കാര്യം ഈ ഷോയുടെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഈ ഒരു മലയാളത്തിൽ ഒരു മനുഷ്യരും ഇങ്ങനെ ആരെയും പോയി ഇടിച്ചിട്ട് പുറത്തായിട്ടില്ല. നേരത്തെ പിടിച്ച് തള്ളി അങ്ങനെയൊക്കെയുള്ള കേസിലായിരുന്നു. അത് ഇടിയൊന്നും അല്ലായിരുന്നു. സീസൺ 4 കേസ് അത് ശരിക്കും പറഞ്ഞാൽ പിടിച്ച് തള്ളലായിരുന്നു, അല്ലാതെ അടിയൊന്നും അല്ലത്. അപ്പൊ ഈ ഒരു കേസിൽ ഇത്രയും ചെയ്ത് താടിയെല്ലിനും ഫ്രാക്ചറായി സർജറിയും കഴിഞ്ഞ് കിടന്നിട്ട് ഇനി തിരിച്ചു കയറ്റണമെന്നും പറഞ്ഞിട്ട് റോക്കി ഭായ് അവിടെ കിടന്ന് മെഴുകുകയാണ്. എന്നിട്ട് പറയാ ഒരു റിയാക്ഷൻ ഉണ്ടാവും, അത് നിങ്ങളത് മനസ്സിലാക്കണം. ഇവരെന്തായി സംസാരിക്കുന്നത്? എനിക്ക് അതിനകത്ത് പിടി കിട്ടുന്നില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി, 6 വർഷം ഇയാൾ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയണത്. എന്നിട്ടാണ് ഈ ഊളത്തരം കാണിച്ചത്. എന്നിട്ട് ഇപ്പം വേറെ ഒരാളൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അനു ജോസഫ്. എന്തിനാ ഈ സ്വന്തം ബലം കൊണ്ടുവന്ന് കളയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ആ ഷോയിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ അനു ജോസഫും. ഇത്രയ്ക്ക് വിവരമില്ലേ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ? എന്തായാലും റോക്കി പറയണത് എന്താണെന്നൊന്ന് കേട്ട് നോക്കാം. ഒരാളിന്റെ ആക്ഷന്റെ വിപരീതമായിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ അതിന് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഒരു പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു പെർസെന്റേജ് പോലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. കാര്യം ഞാൻ അവിടെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പാണ്. എൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ചു. അപ്പം ഞാൻ അങ്ങനെ വന്നിട്ട് ഞാൻ 100 ദിവസത്തെ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ ഇത്രയും ഡെഡിക്കേഷനായിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഓരോ സെക്കൻഡും നിങ്ങൾക്കത് ആ ഷോ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു രീതിയിൽ പോലും ഞാൻ ആ ഷോയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റന്റിന് പിന്നെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലോ ഒന്നും ഞാൻ ആക്ഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കണ്ടസ്റ്റൻസിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ പിന്നെ എന്തൊക്കെയാ ഇപ്പം ചെയ്തത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് അവനെ ഇപ്പോൾ പുറത്താക്കിയത്. ഇപ്പം എന്തോന്നാണ് ആക്ച്വലി ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ റോക്കി ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ഷോയിൽ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. അപ്പം ചില വാക്കുകൾ പോലും നമ്മൾ പറയണ നോക്കിയും കണ്ടും അല്ലെങ്കിൽ അത് മതി, അത് പിടിച്ചിട്ട് അവർ പുറത്താക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന 43 പേജ് കോൺട്രാക്ട് ഉണ്ട്. ഈ പറയുന്ന കോൺട്രാക്ട്, ആ എഗ്രിമെന്റിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഡിസ്ക്രിമിനേഷൻ നടത്തിക്കൂടാ, പിന്നെ എന്താ പറയണ്ട, ഈ ഫിസിക്കൽ അസോൾട്ട്, ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ്സ് കട്ടാവും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ സൈൻ ചെയ്ത് അകത്തോട്ട് ചെല്ലുന്നത്. ഞാനതൊന്നും ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഇതൊന്നും ഒരു ന്യായീകരണമായിട്ടൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പറയണേ. എന്തായാലും ബാക്കിയുടെ കേട്ടു നോക്കാം. പക്ഷേ നിലപാടുകൾ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നിലപാടുകൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഉള്ളവരൊന്നും പിന്നെ ബുദ്ധിയില്ലാത്ത ആൾക്കാരോ എന്നിലും കുറഞ്ഞ ആൾക്കാരോ ഒന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ ഉള്ളവർ അതിബുദ്ധിമാന്മാരും. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ബുദ്ധി, കുബുദ്ധി, ശീക്രബുദ്ധി, കുടില ബുദ്ധി, അതുപോലെ ചടുല ബുദ്ധി, ചാണക്യ ബുദ്ധി, അതുപോലെ തന്നെ കുബുദ്ധി, മന്ദബുദ്ധി, പിൻബുദ്ധി, പെൺബുദ്ധി, മുൻബുദ്ധി, എല്ലാ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരോടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണം, അല്ലെ? അത് ശരിയാണ്. ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിടിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇത്രയും അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവൻ തന്നെ ഇങ്ങനെ പോയി കാണിച്ചതിനകത്തോട്ട് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ പുച്ഛം തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരേണ്ടതാണ്. എനിക്ക് റോക്കിയുടെ ഒന്നുമില്ല. നമ്മളെല്ലാവരും റിവ്യൂ ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ്. കാര്യം റോക്കി നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, ടോപ്പ് 5 വരാൻ പറ്റിയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കോമാളിത്തരം അല്ല, വിഡിത്തം എന്ന് പറയാം. ഈ വിഡിത്തം കാണിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ടോപ്പ് 5 വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കയറിക്കൊണ്ട് വന്നതാണ്. പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള സപ്പോർട്ടേഴ്സ് തന്നെ ചിന്തിക്കും, ഇവരെന്തു ഈ പറയുന്നതെന്ന് കാണിക്കുന്നത് തന്നെ ചിന്തിക്കും. അത് മാത്രമല്ല, ഈ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ നോക്കാൻ നേരത്ത് സകലമാന പേര് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റിനെ എല്ലാവരും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം നിൽക്കണം. എന്തായാലും ബാക്കിയുടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഞാനൊരു ബുദ്ധിയില്ലാത്ത ഒരാളെന്നല്ല, അത്യാവശ്യം എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ധാരണ. കാര്യം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ആരെ കൂടെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം സിജു അപ്പോഴും അവിടുത്തെ പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, ഞാൻ അവിടുത്തെ ഒരു നോർമൽ ഒരു പ്രജ മാത്രമായിരുന്നു. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താൽ പോലും അദ്ദേഹമാണ് അത് പരിഹരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്തത് ഒരു പ്രോബ്ലത്തിലൂടെ. പക്ഷെ
അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്ത് അതൊരു പ്രോബ്ലത്തിലോട്ടായി. ഒരിക്കലും ഞാൻ പിന്നെ ആ ഒരു സംഭവത്തിന് ന്യായീകരിച്ച് പറയുന്നല്ല, പക്ഷേങ്കിൽ അതൊരു ആക്സിഡന്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. കാര്യം എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ അത് ആക്സിഡന്റിലോട്ട് ചെന്ന് പറ്റിയത് അത് എന്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല. എനിക്ക് അതാണ് നിങ്ങളുടെ പറയാനുള്ളത്. അത് ഞാൻ ഒരിക്കലും കരുതി കൂട്ടി ചെയ്തതല്ല. നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. റോക്കി നിങ്ങൾക്ക് ഒരു പെർസെന്റേജ് എങ്കിലും നിങ്ങൾക്ക് അവിടെ ആ ഒരു ഷോയില് 1% എങ്കിലും നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട്. 1% എങ്കിലും ഈ ഷോയ്ക്ക് ഞാൻ നീതി പുലർത്തിയിട്ട് ഉണ്ട്, അല്ലെങ്കിൽ 100% ഞാൻ ഈ ഷോയ്ക്ക് നീതി പുലർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഷോയിലോട്ട് പോയിട്ട് കാര്യമില്ല. എനിക്കിപ്പം ഞാൻ നോർമലി എവിക്ഷൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വോട്ട് ചോദിക്കും. ഞാനിപ്പം ഇതും എൻ്റെ ഒരു എവിക്ഷൻ പോലെയാണ്. ഞാൻ ആ ഷോയിൽ നിന്നേ എവിക്റ്റഡ് ആയി. സോ എനിക്കതിൽ അവിടെ തിരിച്ചു പോകണം. അവിടെ ഞാനൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എൻ്റെ കൂടെ കേട്ടല്ലേ, ഷോയിലോട്ട് തിരിച്ചു പോകണമെന്ന് ഇത്രയും കാണിച്ചിട്ട് ആണ് ഈ പറയണത്. അവിടെ എങ്ങനെ അവർ കേട്ടും? അവർ ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിചാരിക്കുന്ന ലാലേട്ടൻ തന്നെ നേരിട്ട് വിളിച്ചിട്ട് കേട്ടു എന്നൊക്കെയുള്ള രീതിയാണോ ഈ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ കുറെ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കേട്ടുവോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? എന്താണ് പുള്ളിക്കാരൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ഇതിനകത്ത് സിജോയും കൂടെ ഇതിനകത്ത് ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട്. സിജോ സത്യം പറഞ്ഞ സിജോയ്ക്ക് ബുദ്ധിയുണ്ട്. സിജോ എന്തോ കാണിച്ചത് തിരിച്ചിടിച്ചില്ല. സിജോയ്ക്ക് അറിയാം ഇടിച്ചു കഴിഞ്ഞാൽ ഷോയിൽ നിന്ന് വെളിയിൽ പോകുന്നുള്ള കാര്യം സിജോയ്ക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അത് സിജോയുടെ ഒരു രീതി. സത്യം പറഞ്ഞാൽ വേറെ വല്ലവർക്കൊന്നും ചിലവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ദേഹം നൊന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് മാർഗത്തിലും അവനെ അടിക്കണമെന്നൊരു ചിന്തയേ ഉള്ളൂ. കാര്യം ഇങ്ങനെയൊക്കെ ഒരു ഷോ ആകുമ്പോഴത്തേക്ക് ഇതിനെ എത്രത്തോളം നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ മനസ്സിന് നല്ല രീതിയിൽ ആ ഒരു എന്താ പറയണ്ട അത്രയും പേഷ്യൻസ് കാണിക്കുക പല കാര്യങ്ങളിലും. ഷോയ്ക്ക് അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. എന്തായാലും ബാക്കി ഈ പറയുന്ന റോക്കിക്ക് വേണ്ടിയിട്ട് റോക്കിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കിടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. வாங்க உங்களுக்கு அங்க நாங்க ஆவலா காத்துக்கிட்டு இருக்கோம். நீங்க மறுபடியும் வரணும், ராக்கிங் பண்ணணும் பாஸ், பிக் பாஸ். வணக்கம். பிக் பாஸ் ராக்கி பாய் ரொம்ப பிடிக்கும், திரும்ப வரணும். தேங்க்யூ. Salam Rocky boy, very 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 big fan of you. Come again Big Boss, we are all waiting. ஹலோ ராக்கி பாய், கண்டிப்பாக பிக் பாஸ் வரணும். Hi everyone, I am a big fan of Rocky Boy. I want him to be back in Big Boss. Hello everyone, I am a big fan of Rocky Boy. I want Rocky Boy back in Big Boss. Thank you. Hi everyone, I am a big fan of Rocky Boy. I want Rocky Boy to be back in Big Boss. ഹലോ, മൈസെൽഫ് അനു ജോസഫ്. ഞാനൊരു ആക്ട്രസ് ആണ്. ബിഗ് ബോസിലേക്ക് റോക്കി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ? നിങ്ങൾക്ക് ആളാരെന്ന് മനസ്സിലായില്ല. അനു ജോസഫാണ്. കഴിഞ്ഞ സീസണിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയ വ്യക്തിയാണ്. എന്തായാലും അനു ജോസഫും ഈ പറയുന്ന റോക്കിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്തെങ്കിലാണൊക്കെയാണെന്ന് പറയുന്നത്. എനിവേ, എന്തായി കഴിഞ്ഞാലും ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള സ്വന്തമായിട്ടുള്ള വില കൊണ്ടുവന്ന് കളയുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഇതൊക്കെ വെറും കോമാളിത്തരമായിട്ട് ഫീൽ ചെയ്തോളൂ. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറ്റി വിടുമോ? സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ രതീഷിനെ പുറത്താക്കിയ സമയത്ത് രതീഷ് കയറാൻ ചാൻസ് ഉണ്ട്. കാര്യം രതീഷിനെ തിരിച്ച് വൈൽഡ് കാർഡായിട്ട്, കാര്യം രതീഷ് പിന്നെ കയറാനായിട്ട് പോസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. കാര്യം അവരെ പുറത്താക്കിയ രീതി എങ്ങനെ, വോട്ട് കുറഞ്ഞ് എന്നും പറഞ്ഞിട്ടാണ് അവർ പുറത്താക്കിയത്. അപ്പം തീർച്ചയായിട്ടും രതീഷ് കയറാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആണ്. അത് ആദ്യമേ റോക്കി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.